ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിനക്കൊരിക്കലും നവീനെ നഷ്ടപ്പെടില്ല മോളെ. അമ്മ ജീവിച്ചിരിക്കുമ്പോ അതിന് ഞാൻ അനുവദിക്കില്ല. സോറി അമ്മ, ഇതൊന്നും അറിയാതെ ഞാൻ അമ്മ എന്തൊക്കെയോ കുറ്റപ്പെടുത്തി, എന്തൊക്കെയോ പറഞ്ഞു. സാരമില്ല, ഞാൻ നിനക്ക് വേണ്ടിയാ ജീവിക്കുന്നു. പക്ഷെ അത് നടന്നില്ലേ? വിട്ടുകൊടുത്ത് ഇറങ്ങി വന്നതല്ലേ നീ? നവീൻ ഇപ്പോ മറ്റൊരുത്തിയുടെ ഭർത്താവാ. അങ്ങനെ ഒരാളുടെ താലി നീ കഴുത്തിലിടാൻ പാടില്ലേ? അതിങ്ങഴിച്ചതാ. വേണ്ടമ്മേ. പിന്നെ എന്ത് ചെയ്യാനാ നിന്റെ ഉദ്ദേശം? ജീവിതകാലം മുഴുവൻ ഇതിന്റെ പേരിൽ നരകിക്കാനോ? നീ നോക്ക്, ഒരു ജന്മം മുഴുവൻ നരകിച്ച് ജീവിച്ചവളാ ഞാൻ. എനിക്കുണ്ടായ അതേ അവസ്ഥയിൽ നിന്നെ കാണാൻ എനിക്ക് പറ്റില്ല. അതിങ്ങഴിച്ചു തരാനാ പറഞ്ഞത്. എന്നെ കൊണ്ട് അതിനാവുമെന്ന് തോന്നുന്നില്ലമ്മേ. സ്വന്തം മകളുടെ താലിച്ചരട് വലിച്ചു പൊട്ടിക്കുന്നത് ഒരമ്മയ്ക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. പക്ഷേ നിന്നെ ഈ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ എനിക്കത് ചെയ്തേ പറ്റൂ. ദൈവമേ, എന്നോട് പൊറുക്കണേ. എന്റെ നാഗദൈവങ്ങളെ, എന്റെ ഭഗവാനെ, എന്താ ഇത്? നാഗദേവതകള് ഇത് എന്റെ കഴുത്തിൽ കിടക്കണമെന്ന് തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഒരിക്കലും ഞാനിത് അഴിക്കില്ലമ്മേ, ഒരിക്കലും അഴിക്കില്ല. ഇതെന്റെ ജീവനാ. അയ്യോ, കിട്ടിയോ? കിട്ടി. പിന്നെ സിറിഞ്ച് നിറയ്ക്കപ്പോ നല്ല ശ്രദ്ധ വേണം. ഉഗ്രവിഷമാണ്. ഓ, ഈ വിഷത്തിന്റെ ശക്തി നിങ്ങൾ പഠിപ്പിച്ചു തന്നിട്ട് വേണമല്ലോ ഞാൻ അറിയാൻ. അതെ, ഞാനല്ലേ ഈ ഐഡിയ തീരുമാനിച്ചത്. ഞാൻ തന്നെയല്ലേ നിങ്ങളെ പറഞ്ഞയച്ചത്. ഓ, സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ട, അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഓ, എന്തെങ്കിലും കയ്യബദ്ധം സംഭവിച്ചാലേ നാളെ ഗാഥയുടെ ശവശരീരത്തിന് പകരം വേറെ ആരുടെയെങ്കിലും ശവശരീരമായിരിക്കും ഇവിടുന്ന് എടുക്കേണ്ടി വരുന്നത്. ആഹാ, അങ്ങനെ ഒരു മോഹം ഉള്ളിക്കൊണ്ട് നടക്കണ്ട. ഞാനങ്ങനെ എളുപ്പം ചാകാനൊന്നും പോന്നില്ല. നിങ്ങൾ ഈ തർക്കമൊന്നും നിർത്തുന്നുണ്ടോ? ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നേ? എന്താ അമ്മേ, ഇനി ഈ വീടിന് പുറത്തേക്കുള്ള വഴി തേടാനാണോ? ഇല്ലടി മോളെ, അബദ്ധങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എന്നും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ലല്ലോ. നവീന്റെ മണിയറയിലേക്ക് അവൾ പ്രവേശിക്കുന്നതിന് മുമ്പ് അവളുടെ ശരീരത്തിൽ ഈ വിഷം കലർന്നിരിക്കണം. മണിയറയിൽ നവീന്റെ മുന്നിലെത്തുമ്പോ അവൾ കുഴഞ്ഞു വീഴും. അധികം താമസിയാതെ അവസാനിക്കുകയും ചെയ്യും. എന്നിട്ട് അതിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടാവില്ലേ? ഈ കുടുംബത്തിൽ എന്ത് സംഭവിച്ചാലും എല്ലാവരും സംശയത്തോടെ നോക്കുന്നത് നമ്മളെയാ. ചിലപ്പോ അവർ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കില്ലായിരിക്കും, നേരെ ജയിലിലേക്ക് അയക്കാനായിരിക്കും തീരുമാനം. എടി, വിഷം കുത്തിവെച്ച് തന്നെ മരിക്കണമെന്നില്ലല്ലോ. കളരിക്കൽ തറവാട്ടിലേക്ക് കാല് വെച്ച് കയറി വരുന്ന പെൺകുട്ടികൾ മരിക്കുന്നത്
പാമ്പിന്റെ കടിയേറ്റ. ഉം. ഗാഥയുടെ ശരീരത്തിൽ വിഷം കയറ്റിയതിന് പിന്നാലെ ഈ വീടിനകത്ത് നിന്ന് ഒരു പാമ്പിനെ കൂടെ കണ്ടെത്തിയാലോ? ഉം. അങ്ങനെ കണ്ടെത്തിയാല് അത് സർപ്പദോഷാണെന്നേ പറയൂ. ആ, ഉറപ്പാണല്ലോ. ആ, അതുകൊണ്ടാ സർപ്പത്തിനെ കൊണ്ടുവരാൻ ഒരു പാമ്പാട്ടിയെ കൂടെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അക്കാര്യം പേടിക്കേണ്ട നിർമ്മലേ. പാമ്പാട്ടി നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഉം. അയാള് കൃത്യമായിട്ട് ഈ വീടിന്റെ ഏതെങ്കിലും ഭാഗത്ത് പാമ്പിനെ കൊണ്ട് വയ്ക്കുകയും ചെയ്യും. എങ്കിൽ പിന്നെ ആ പാമ്പിനെ കൊണ്ട് ഗാഥയെ കൊത്തിച്ചാ പോരെ? ഏയ്, ഓ. ശ്ശേ, ഉഫ്, നീ ഒന്ന് മണ്ടത്തരം പറയാതിരിക്കും. നാഗത്തിന് ഏതെങ്കിലും രീതിയിൽ ഗാഥയുടെ മുന്നിലേക്ക് ഇട്ട് കഴിഞ്ഞാ അത് കൊത്തൂന്ന് എന്താ ഉറപ്പ്? ആ അതുമല്ല, ഇപ്പൊ മണിയറയിലേക്കാണ് കടത്തിവിടുന്നെങ്കിൽ ഗാഥയ്ക്ക് പകരം നവീൻ എന്തെങ്കിലും പറ്റിയാലോ? ഹ, അയ്യോ, പിന്നെ നമ്മൾ ഈ കഷ്ടപ്പെടുന്നതിന് വല്ല കാര്യമുണ്ടോ? പിന്നെ നിന്റെ മനസ്സിലെ കാര്യം നടക്കൂ? നിനക്കൊരിക്കലും നവീനെ നഷ്ടപ്പെടില്ല മോളെ. അമ്മ ജീവിച്ചിരിക്കുമ്പോ അതിന് ഞാൻ അനുവദിക്കില്ല. ഉം. സോറി അമ്മ. ഇതൊന്നും അറിയാതെ ഞാൻ അമ്മ എന്തൊക്കെയോ കുറ്റപ്പെടുത്തി, എന്തൊക്കെയോ പറഞ്ഞു. സാരമില്ല, ഞാൻ നിനക്ക് വേണ്ടിയാ ജീവിക്കുന്നേ. നിന്റെ സന്തോഷം മാത്രമേ ഉള്ളൂ അമ്മയ്ക്കൊരു ലക്ഷ്യമായിട്ട്. നീ ആഗ്രഹിച്ചതൊന്നും കൈവിട്ടു പോവില്ല, അതുറപ്പാ. എന്റെ തങ്കേച്ചി, സത്യം പറഞ്ഞ കേട്ടത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. നാഗം വരിക, താലി അഴിക്കുക, മുടക്കുക എന്നൊക്കെ പറഞ്ഞ ഇതെന്താ ഇതിന്റെ ലക്ഷണം? ഇതിന്റെ ലക്ഷണമൊന്നും തേടി അറിയേണ്ട കാര്യമില്ല സുനന്ദേ. കൃഷ്ണയ്ക്ക് നാഗദൈവങ്ങളുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാ കൃഷ്ണ കളരിക്കത്തറവാട്ടി ചെന്നതും അവിടുത്തെ നാഗദോഷം തീർത്തതും. അപ്പോ നാഗദൈവങ്ങൾ ആരുടെ താലിയാ സംരക്ഷിച്ചത്? കൃഷ്ണയുടെ കഴുത്തിൽ നവീൻ കെട്ടിയ താലി. അതിനർത്ഥം നാഗദൈവങ്ങളുടെ തീരുമാനപ്രകാരം നവീന്റെ ഭാര്യയായിട്ട് കൃഷ്ണയെ ഉള്ളൂ എന്നതാണ്. അത് ശരിയാ. തങ്കേച്ചി, അങ്ങനൊരു നിമിത്തം നാഗങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ചേർത്ത് വയ്ക്കാനുള്ള തീരുമാനം ഉണ്ടാകുമല്ലോ. ഉം. അതിപ്പോ കുറച്ചു കാലം വൈകിയാലും കഷ്ടപ്പെട്ടാലും നവീനെയും കൃഷ്ണയും ഒന്നിച്ചു ചേർക്കുന്നു തന്നെയല്ലേ അതിന്റെ ലക്ഷണം?